വെൽക്കം ബാക്ക് ടു സോഷ്യോ ബാച്ച് നമ്പർ 1 ചാപ്റ്റർ 2. നമ്മൾ 10ാം ക്ലാസ് ജോഗ്രഫിയിലെ ക്ലൈമറ്റ് റീജിയൻ ആൻഡ് ക്ലൈമറ്റ് ചേഞ്ച് എന്ന രണ്ടാമത്തെ ചാപ്റ്ററാണ് ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. ഓൾറെഡി നമ്മൾ ഒന്നാമത്തെ ചാപ്റ്ററിൽ 7 പാർട്ടുകളായിട്ട് ഡിസ്കസ് ചെയ്തായിരുന്നു. ഏകദേശം അതിൻ്റെ ഒരു കണ്ടിന്യൂഷനാണ്. ഒന്നാമത്തെ ചാപ്റ്ററിലെ പല കണ്ടൻറ്റുകളും രണ്ടാമത്തെ ചാപ്റ്ററിനകത്തും ഉണ്ട്. അപ്പോൾ നിങ്ങൾ ഒന്നാമത്തെ ചാപ്റ്റർ നന്നായിട്ട് പഠിക്കുക. അതിനുശേഷം എന്ത് ചെയ്യുക, ഈ വീഡിയോസ് കാണാനായിട്ട് ശ്രമിക്കുക. ഓക്കെ, അപ്പോൾ ഇതിൽ പ്രധാനമായിട്ടും ഈ ചാപ്റ്റർ പഠിക്കുന്നതിന് മുമ്പായിട്ട് നമ്മൾ ഒന്നാമത്തെ ചാപ്റ്റർ പഠിച്ച സമയത്ത് 7 പാർട്ടുകളും ചെയ്തപ്പോഴും ടെസ്റ്റ് ബേസും അതുപോലെ തന്നെ അതിൻ്റേതായിട്ടുള്ള നമ്മൾ കുറച്ച് അത് വരച്ച് പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു. എന്നാൽ ഈ പ്രാവശ്യം നമ്മൾ അത് ഡിസ്കസ് ചെയ്യുന്നതിനോടൊപ്പം തന്നെ അതിൻ്റെ PPTയും അതായത് പവർ പോയിൻ്റ് പ്രസൻറ്റേഷനും പോയിൻ്റ് ബേസ് ആയിട്ടുള്ള നോട്ട്സും നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ഇന്നത് ഡിസ്കസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ പോയിൻ്റ് ബേസ് ആയിട്ടുള്ള നോട്ട്സ് നിങ്ങൾ കൃത്യമായ രീതിയിലും താഴോട്ട് നോക്കാനായിട്ട് ശ്രമിക്കുക. നമുക്ക് ചാപ്റ്ററിലേക്ക് കടക്കാം. ക്ലൈമറ്റ് റീജിയൻസ്. ഇപ്പോൾ സ്വാഭാവികമായിട്ട് ക്ലൈമറ്റ് റീജിയൻസ് എന്നറിയപ്പെടുന്ന കാലാവസ്ഥ മേഖലകളാണ്. ആ കാലാവസ്ഥ മേഖലകളിൽ ഉണ്ടായിരിക്കുന്ന വ്യത്യസ്തമായ മാറ്റങ്ങൾ. ഇപ്പോൾ എല്ലാ സ്ഥലങ്ങളിലും ഒരേ തരത്തിലുള്ള കാലാവസ്ഥകളല്ല. നമ്മൾ ഓൾറെഡി ഒന്നാമത്തെ ചാപ്റ്റർ പഠിച്ചപ്പോൾ ഗ്ലോബൽ പ്രഷർ ബെൽറ്റ് പഠിച്ചായിരുന്നു. ഇപ്പോൾ മർദ്ദ മേഖലകൾ എവിടെയൊക്കെയാണ് ഉണ്ടാകുന്നത് അവിടെ അതിനനുസരിച്ചുള്ള കാറ്റിൻ്റെ വേരിയേഷൻ ആയാലും ടെമ്പറേച്ചറിനായാലും എന്തുണ്ടാകുന്നു, മാറ്റങ്ങൾ ഉണ്ടാകുന്നു. അപ്പോൾ അതേ കണക്ക് തന്നെയാണ് നമ്മുടെ കാലാവസ്ഥകൾ എല്ലാ സ്ഥലങ്ങളിലും ഒരുപോലെയല്ല. ചില സ്ഥലങ്ങളിൽ ടെമ്പറേച്ചർ താപത്തിന് മാറ്റമുണ്ടാകുന്നു, അതുപോലെ തന്നെ പ്രസിപ്പിറ്റേഷൻ മഴയ്ക്ക് മാറ്റമുണ്ടാകുന്നു, അതുപോലെ തന്നെയാണ് കാറ്റ് വിൻഡിന് മാറ്റമുണ്ടാകുന്നു. ഇങ്ങനെ പലതരത്തിലുള്ള മാറ്റങ്ങൾ ഓരോ സ്ഥലങ്ങളിൽ ഉണ്ടാകുന്നത് കൊണ്ട് തന്നെ കാലാവസ്ഥയ്ക്കും എന്തുണ്ടാകുന്നു, ചേഞ്ചസ് സംഭവിക്കുന്നു. അപ്പോൾ ഇതിലെ നിഖിൽ ഷിബു എന്നറിയപ്പെടുന്ന ഒരു വ്യക്തിയുടെ ഒരു ചെറിയൊരു കുറിപ്പൊക്കെ കൊടുത്തിട്ടുണ്ട്. അദ്ദേഹം കാനഡയിലായിരുന്ന സമയത്ത് അദ്ദേഹത്തിന് നേരിട്ട ചില സമ്മർ സീസണുകൾ എങ്ങനെയൊക്കെയായിരുന്നു, അവിടുത്തെ വിൻ്റർ സീസൺ എങ്ങനെയായിരുന്നു, ഓരോ സമയങ്ങളിലും അദ്ദേഹത്തിന് ഉണ്ടായിട്ടുള്ള ഓരോ എക്സ്പീരിയൻസുകളാണ് അദ്ദേഹം എന്ത് ചെയ്തിരിക്കുന്നത്, ഇവിടെ ഡിനോട്ട് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അത് നോക്കുന്ന സമയത്ത് നമ്മുടെ ലോകത്തിലെ ക്ലൈമറ്റ് റീജിയൻസ് എന്നറിയപ്പെടുന്നത് എൻറ്റോൾഡ് ഡിഫറെൻ്റ് ആണ്. ഓൺ ദ ബേസിസ് ഓഫ് ടെമ്പറേച്ചർ, പ്രസിപ്പിറ്റേഷൻ ആൻഡ് ദ വിൻഡ്. അവിടുത്തെ ഹ്യൂമിഡ് ആയാലും അവിടുത്തെ പ്രഷർ വേരിയേഷൻ ആയാലും ടെമ്പറേച്ചർ ആയാലും അതുപോലെ തന്നെയാണ് വിൻഡിൻ്റെ സർക്കുലേഷൻ ആയാലും എല്ലാ സ്ഥലങ്ങളിലും ഒരുപോലെയല്ല. ലോകത്തിൻ്റെ എല്ലാ സ്ഥലങ്ങളും നമ്മൾ അക്ഷാംശ രേഖയുടെ സ്ഥാനങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ എൻറ്റേർഡ് ഡിഫറെൻ്റ് ആണ്. ഓക്കെ ആണല്ലോ. അപ്പോൾ നമ്മുടെ കാലാവസ്ഥ മേഖലകൾ എന്താണ്, വാട്ട് ഈസ് എ ക്ലൈമറ്റ് റീജിയൻ അല്ലേ? നമ്മൾ കഴിഞ്ഞ ഫസ്റ്റ് ചാപ്റ്ററിൽ പഠിച്ചപ്പോൾ ഡിഫറൻസ് ബിറ്റ്വീൻ ദ വെതർ ആൻഡ് ക്ലൈമറ്റ് എന്ന് പഠിച്ചു അല്ലേ? ക്ലൈമറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ് അതിൽ നമ്മൾ പഠിച്ചത്? ഏകദേശം ലോങ് പീരീഡ് ഓഫ് ടൈം, ഒരു കാലഘട്ടം മുഴുവൻ, ഏകദേശം ഒരു 30 അല്ലെങ്കിൽ ബിറ്റ്വീൻ ദ 30 to 14 ഇയേഴ്സ്, 30 മുതൽ 40 വർഷം വരെ ഒരു പീരീഡ് ഓഫ് പ്ലേസിൽ അല്ലെങ്കിൽ ഒരു സ്ഥലത്ത് എന്താണ് ക്ലൈമറ്റ് ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ കാലാവസ്ഥ വ്യതിയാനം എന്നറിയപ്പെടുന്ന എപ്പോഴും ഒരു ലോങ് ആയിരിക്കും. വളരെ കുറച്ച് സമയം മാത്രമല്ലാതെ നിൽക്കുന്നത്, വളരെ കൂടിയ സമയം, വർഷങ്ങളോളം ഒരു സ്ഥലത്ത് ഒരേ കാലാവസ്ഥയാണെങ്കിൽ, ഒരു സെയിം ക്ലൈമറ്റ് കണ്ടീഷൻ ആണെങ്കിൽ ആ സ്ഥലത്തിനെയാണ് നമ്മൾ ക്ലൈമറ്റ് എന്ന പേരിൽ അറിയപ്പെട്ടത്. അപ്പോൾ അത് തന്നെയാണ് ക്ലൈമറ്റ് റീജിയൻ എന്നറിയപ്പെടുന്നതും. എന്താണ് ക്ലൈമറ്റ് റീജിയൻ എന്നറിയപ്പെടുന്നത്? ക്ലൈമറ്റ് റീജിയൻ ഈസ് ആൻ എക്സ്റ്റെൻസീവ് ജിയോഗ്രഫി. ക്ലൈമറ്റ് റീജിയൻസ് എന്നറിയപ്പെടുന്നത് എന്താണ്? ഒരു എക്സ്റ്റെൻസീവായ ജിയോഗ്രഫിക്കൽ ഏരിയ ഇൻ വിച്ച് സിമിലർ ക്ലൈമറ്റ് ക്യാരക്ടറിസ്റ്റിക്സ് അല്ലേ? എന്താണ് ക്ലൈമറ്റ് റീജിയൻസ്? ഭൂമിയിലെ ഒരേപോലെയുള്ള കാലാവസ്ഥാ സ്വഭാവങ്ങളുള്ള പ്രദേശങ്ങളെയാണ് കാലാവസ്ഥ എന്ന് വിളിക്കുന്നത്. ശരിയല്ലേ? ഭൂമിയിലെ ഒരേപോലെയുള്ള കാലാവസ്ഥാ സ്വഭാവങ്ങളുള്ള പ്രദേശങ്ങൾ. എല്ലാ സ്ഥലങ്ങളിലും കാലാവസ്ഥയുണ്ട്. അതിപ്പോൾ ഇക്വേറ്റർ റീജിയൻ ആവാം, മധ്യരേഖയാവാം, അല്ലെങ്കിൽ അതിൻ്റെ തൊട്ട് മുകളിലുള്ള സബ് ട്രോപ്പിക്കലാവാം, അതിനിടയിലുള്ള പ്രദേശങ്ങളാവാം, സപ്പോളാർ റീജിയൻസ് ആവാം, അതുപോലെ പോളാർ റീജിയൻസ് ആവാം, നോർത്തേൺ ഹെമിസ്ഫിയർ, സദേൺ ഹെമിസ്ഫിയർ. ഇവിടെ എല്ലാം ഏകദേശം ഒന്ന് തന്നെയാണ്. പക്ഷേ കാലാവസ്ഥയിൽ എന്താണ് മാറ്റമുണ്ട്. ഇവിടെ എല്ലായിടത്തും ഒരേ തരത്തിലുള്ള ടെമ്പറേച്ചർ കാണാം. അതുപോലെ തന്നെയാണ് വിൻഡിൻ്റെ സർക്കുലേഷൻസ് ഉണ്ടാവാം, ഹ്യൂമിഡ് ഉണ്ടാവാം, പ്രസിപ്പിറ്റേഷൻ ഉണ്ടാവാം. പക്ഷേ ഇതിനൊക്കെ എന്തുണ്ടാവും, വേരിയേഷൻ ഉണ്ടാവും. ശരിയല്ലേ? അതുകൊണ്ടാണ് ക്ലൈമറ്റ് റീജിയൻസ് എന്നറിയപ്പെടുന്നത്. ചിലയിടത്ത് കൂടുതലാവാം, ചിലയിടത്ത് കുറവാവാം അല്ലേ? ദ ക്ലൈമറ്റ് റീജിയൻ ഈസ് എൻ എക്സ്റ്റെൻസീവ് ജിയോഗ്രഫി. ഭൂമിയിലെ ഒരേപോലെയുള്ള കാലാവസ്ഥ സ്വഭാവമുള്ള പ്രദേശങ്ങളെ എന്ത് പേരിൽ അറിയപ്പെടുന്നു? ഒരേ സ്വഭാവമുള്ള അല്ലെങ്കിൽ ഒരേപോലെയുള്ള, അതിനെയാണ് എന്ത് പേരിൽ വിളിക്കുന്നത്? ക്ലൈമറ്റ് എന്ന പേരിൽ വിളിക്കുന്നത്, അല്ലെങ്കിൽ ക്ലൈമറ്റ് റീജിയൻ എന്ന പേരിൽ അറിയപ്പെടുന്നത്. ഓക്കെ ആണല്ലോ. അപ്പോൾ ഈ പ്രദേശങ്ങളെ, അപ്പോൾ അതായത് നമ്മളെ വായു, താപനില, അതുപോലെ തന്നെ ഹ്യൂമിഡ് ക്ലൈമറ്റ്, ആർദ്രത അല്ലേ, ഇതെല്ലാം ഒന്ന് തന്നെയാണ്. ഓക്കെ, ഈ മേഖലകൾ നമ്മൾ തിരിച്ചറിയുന്നത് സാധാരണയായിട്ട് എന്താണ്? അതായത് ഇതിൻ്റെയൊക്കെ അടിസ്ഥാനത്തിലാണ് മഴയുടെ അളവ് എത്രയാണ്, താപനില എത്രയാണ്, വായു എത്രത്തോളം നമുക്ക് കിട്ടും, ഇതിൻ്റെയൊക്കെ അടിസ്ഥാനത്തിലാണ് നമ്മുടെ ഭൂമിയിലെ കാലാവസ്ഥ മേഖലകൾ എന്ത് ചെയ്യുന്നത്, എപ്പോഴും തരംതിരിക്കുന്നത്. അപ്പോൾ ഞാൻ അത് കുറച്ച് കൂടുതലായിട്ട് പറഞ്ഞു പോയി. സിമ്പിളായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഒരേ സ്വഭാവമുള്ള
അല്ലെങ്കിൽ ഒരേപോലെയുള്ള കാലാവസ്ഥാ മേഖലകളെയാണ് അല്ലെങ്കിൽ പ്രദേശങ്ങളെയാണ് എന്ത് പേരിൽ അറിയപ്പെടുന്നത്? കാലാവസ്ഥാ മേഖല എന്ന പേരിൽ അറിയപ്പെടുന്നത്. അങ്ങനെ നമ്മുടെ ഭൂമിയിൽ തന്നെ ഏറ്റവും പ്രധാനമായിട്ടും 8 കാലാവസ്ഥാ മേഖലകളായിട്ട് തരംതിരിച്ചിട്ടുണ്ട്. ഇക്വേറ്റർ ക്ലൈമറ്റ് റീജിയൻസ്, മൺസൂൺ ക്ലൈമറ്റ് റീജിയൻ, സവന്ന ക്ലൈമറ്റ് റീജിയൻസ്, ഹോട്ട് ഡെസേർട്ട് റീജിയൻസ്, അതുപോലെ തന്നെയാണ് ടെമ്പറേച്ചർ റീജിയൻസ് ഉണ്ട്. ഓക്കെ, മെഡിറ്ററേനിയൻ റീജിയൻസ് എന്നും ടൈഗർ റീജിയൻസ് എന്നും ടാൻട്രോ റീജിയൻസ് എന്നും അല്ലെങ്കിൽ ടാൻട്രോട്ട് റീജിയൻസ് എന്ന പേരിലും അറിയപ്പെടുന്നു. അപ്പോൾ നമുക്ക് ഇക്വേറ്റർ റീജിയൻസ് മൺസൂൺ റീജിയൻസ് ഒന്നും പഠിക്കാനായിട്ട് അത്ര വലിയ ടഫൊന്നും കാണില്ല. സവന്ന റീജിയൻസ് ചിലപ്പോൾ ഒരു ഫെമിലിയർ പേരായിരിക്കില്ല, നമ്മൾ ഒരുപാട് കേട്ടിട്ടില്ലാത്തതായിരിക്കും. ഡെസേർട്ട് പിന്നെ നമുക്ക് നന്നായിട്ട് അറിയാം. ടെമ്പറേച്ചർ ഗ്രാസ് ലാൻഡും ഓഫ് കോഴ്സ് നമ്മളത് ഫെമിലിയർ ആയിട്ടുള്ള പേരാണ്. മെഡിറ്ററേനിയൻ നമ്മൾ ഹ്യൂമനിസം പഠിച്ച സമയത്ത് പഠിച്ചതായിരുന്നു. മാനവികത പഠിച്ച സമയത്ത് മെഡിറ്ററേനിയൻ ഇമ്പോർട്ടൻസ് പഠിച്ചു. അത് എവിടെയാണ്, ഏത് കോണ്ടിനെൻസുകളുടെ അടുത്താണ്, ഏതിനേക്ക് ബെറ്റ്വീൻ കോണ്ടിനെൻറ്റ്സ്, അതൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ പ്ലേസ് നിങ്ങൾക്ക് കുറച്ച് ഈസി ആയിരിക്കും നോക്കാനായിട്ട്. നമുക്ക് കുറച്ച് ഫെമിലിയർ ആയിട്ടല്ലാത്തതാണ് ഈ ടൈഗർ റീജിയൻസും അതേപോലെ തന്നെ ടാൻട്രോ റീജിയൻസ് എന്നറിയപ്പെടുന്നത്. അത് രണ്ടും നമുക്ക് പക്ഷേ വളരെ സിമ്പിളായിട്ടുള്ളതൊന്നാണ്, ഒന്നുമല്ല. നമ്മളെ മഞ്ഞ് പ്രദേശങ്ങൾ, പോളാർ റീജിയൻസിനെയൊക്കെ പറയുന്നത് നമുക്ക് ആ സമയത്ത് പഠിക്കാം. ഓക്കെ, അപ്പോൾ നമ്മുടെ പവർ പോയിൻ്റ് പ്രസൻറ്റേഷൻ എടുക്കുന്ന സമയത്ത് ഇൻട്രൊഡക്ഷൻസ് ടു ദ ക്ലൈമറ്റ് റീജിയൻ. എന്താണ് നമ്മുടെ ക്ലൈമറ്റ്? ആണ് നമ്മുടെ ലോകത്തിൽ തന്നെ ദേ ഡിവൈഡഡ് ഇൻ ടു ഡിഫറെൻറ്റ് ക്ലൈമറ്റ് റീജിയൻസ്. ലോകത്തെ തന്നെ വ്യത്യസ്തമായിട്ടുള്ള ക്ലൈമറ്റ് റീജിയൻസുകളായിട്ട് തരംതിരിച്ചിട്ടുണ്ട്. ലോങ് ടൈം പാറ്റേൺസ് ഓഫ് ടെമ്പറേച്ചർ ആൻഡ് പ്രെസിപ്പിറ്റേഷൻസ്, താപം കൂടുതലുള്ള സ്ഥലങ്ങൾ അല്ലെങ്കിൽ മഴയുടെ കൂടുതലുള്ള സ്ഥലങ്ങൾ, ഇങ്ങനെയുള്ള ഓരോ പ്രദേശങ്ങളെയും നമ്മൾ വ്യത്യസ്തമായിട്ടുള്ള ക്ലൈമറ്റ് റീജിയൻസുകളായിട്ട് തരംതിരിച്ചിട്ടുണ്ട്, അല്ലേ? അപ്പോൾ ഈ ക്ലൈമറ്റ് മാറുന്നതിനനുസരിച്ച് അവിടുത്തെ വെജിറ്റേഷൻസ്, അവിടെയുള്ള പ്രകൃതിക്ക് മാറ്റമുണ്ടാകുന്നു. വൈൽഡ് ലൈഫ്, വന്യമൃഗങ്ങൾക്ക് അല്ലെങ്കിൽ മറ്റു ജീവജാലങ്ങൾക്ക് മാറ്റമുണ്ടാകുന്നു. അഗ്രികൾച്ചർ, ഹ്യൂമൻ ലൈഫിനെല്ലാം മാറ്റം ഉണ്ടാകും. അപ്പോൾ എന്താണ് ഡെഫിനിഷൻ നമ്മൾ പഠിച്ചു? ക്ലൈമറ്റ് റീജിയൻ ഈസ് എ ലാർജ് ജിയോഗ്രഫിക്കൽ ഏരിയ ദാറ്റ് എക്സ്പീരിയൻസസ് സിമിലർ ക്ലൈമറ്റ് ക്യാരക്ടറിസ്റ്റിക്സ് ഇൻക്ലൂഡ് ദ ടെമ്പറേച്ചർ, റെയിൻഫോൾ ആൻഡ് ദ ഹ്യൂമിഡിറ്റി ആൻഡ് സീസണൽ വെതർ പാറ്റേൺസ്. അല്ലേ, ഒരേ സ്വഭാവമുള്ള ഒരേപോലെയുള്ള കാലാവസ്ഥ മേഖലകളെ നമ്മൾ എന്ത് പേരിൽ അറിയപ്പെടുന്നു? കാലാവസ്ഥ മേഖലകൾ എന്ന പേരിൽ അറിയപ്പെടുന്നു. ഓക്കെ ആണല്ലോ. ഇതിൽ തന്നെ നമ്മൾ ആദ്യം പഠിക്കുന്ന 2 പ്രധാനപ്പെട്ട ക്ലൈമറ്റ് റീജിയൻസുകളെ കുറിച്ചാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഇതിൽ പഠിക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ ഇതാ ഇവിടെ കൊടുത്തിട്ടുണ്ട് ക്ലൈമറ്റ് റീജിയൻസ് ആൻഡ് ഇതാ ഇവിടെ കൊടുത്തിരിക്കുന്നു. ഫ്ലോറ ആൻഡ് ഫ്യൂന ഡെവലപ്പ് അക്കോർഡിംഗ് ടു ദി ഹ്യൂമൻ ലൈഫ് പെർസ്പെക്റ്റീവ് ക്ലൈമറ്റ് റീജിയൻസ് ആൾസോ മോൾഡ് അക്കോർഡിംഗ് ടു ദ ജിയോഗ്രാഫിക്കൽ ഫീച്ചേഴ്സ്. എന്താണ് ഇവിടെ പറയുന്നത്? നമ്മുടെ മനുഷ്യ ജീവിതമായാലും അതുപോലെ തന്നെ വൈൽഡ് ലൈഫ്, ആനിമൽ ലൈഫ് ആയാലും ഇതൊക്കെ അവരുടെ നിലനിൽക്കുന്നത് എവിടെയാണോ നിലനിൽക്കുന്നത്, മനുഷ്യനാവട്ടെ മൃഗങ്ങളാവട്ടെ മറ്റ് ജീവജാലങ്ങൾ എന്തോ ആവട്ടെ, എക്സ് ഓർ വൈ, ഇതെല്ലാം അവിടെ ലൈവ് ചെയ്യുന്നത് അല്ലെങ്കിൽ ഒരു ഹാബിറ്റഡ് ആയിട്ടുള്ള ഒരു സിറ്റുവേഷൻ അവിടെ ഉണ്ടാവുന്നത് ഓൺ ദ ബേസിസ് ഓഫ് ക്ലൈമറ്റ് റീജിയൻ. അവിടെ ക്ലൈമറ്റ് റീജിയൻസ് എന്ത് ചെയ്യുന്നവരെ മോൾഡ് അക്കോർഡിംഗ് ടു ദ ജിയോഗ്രാഫിക്കൽ ഫീച്ചേഴ്സ്. ജീവന് ഏറ്റവും കൂടുതൽ ഒരു പ്രാധാന്യം അവിടെ ഉണ്ടാവുന്നത് അവിടുത്തെ എന്തായിരിക്കണം? അവിടുത്തെ ക്ലൈമറ്റ് ആയിരിക്കണം, അല്ലേ? ക്ലൈമറ്റ് കൂടുതൽ വഷളാവുകയാണെങ്കിൽ, ഒരുപാട് കൂടുകയോ ചെയ്യുകയാണെങ്കിൽ അതിനനുസരിച്ച് അവിടെ ജീവൻ നിലനിൽക്കുന്നത് ഇമ്പോസിബിൾ ആയിരിക്കും. എനിവേ, നമുക്ക് നോക്കാം. ആദ്യത്തെ ക്ലൈമറ്റ് റീജിയൻസ് ആണ് ഇക്വേറ്റർ ക്ലൈമറ്റ് റീജിയൻസ് എന്ന പേരിൽ അറിയപ്പെടുന്നത്. നമുക്കറിയാം ഇക്വേറ്റർ എന്നറിയപ്പെടുന്നത് നമ്മുടെ ഭൂമിയാണിത്. നമ്മുടെ ഭൂമിയുടെ തന്നെ ഏറ്റവും സെൻട്രൽ പാർട്ടിൽ വരുന്നതാണ് 0 ഡിഗ്രി എന്നറിയപ്പെടുന്നത് ഇക്വേറ്റർ, മധ്യരേഖ പ്രദേശം. ഈ മധ്യരേഖ പ്രദേശത്തിൻ്റെ, അതായത് നോർത്തേൺ ഹെമിസ്ഫിയറിൻ്റെ തൊട്ട് ഭാഗം എന്നറിയപ്പെടുന്നത്, നമ്മൾ പ്രഷർ ബെൽറ്റ് പഠിച്ചായിരുന്നു. സബ് ട്രോപ്പിക്കൽ റീജിയൻസ് എന്നറിയപ്പെടുന്ന 30 ഡിഗ്രി നമ്മൾ ഓൾറെഡി പഠിച്ചിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെയാണ് നെക്സ്റ്റ് 30 ഡിഗ്രി നമ്മൾ ഏത് പഠിച്ചു? സപ്പോളാർ സദേൺ ഹെമിസ്ഫിയർ നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. സദേൺ ഹെമിസ്ഫിയറിലെ സബ് ട്രോപ്പിക്കൽ റീജിയൻസ്. അപ്പോൾ ഇതിനിടയിൽ വരുന്ന റീജിയൻസ് ആണ് എന്നറിയപ്പെടുന്നത് 10 ഡിഗ്രി നോർത്തിനും ഇതിൻ്റെ തൊട്ടടുത്ത് വരുന്നു 10 ഡിഗ്രി നോർത്തിനും 10 ഡിഗ്രി സൗത്തിനും ഇടയിൽ വരുന്ന ഒരു റീജിയനാണ് ഏതെന്നറിയപ്പെടുന്നത് ഇക്വേറ്റർ റീജിയൻസ്. ഈ ഇക്വേറ്റർ റീജിയൻസിൻ്റെ പ്രത്യേകത നമ്മൾ നേരത്തെ അറിയാവുന്നത് തന്നെയാണ്, നമ്മൾ ഒരുപാട് പഠിച്ചിട്ടുള്ളത് തന്നെയാണ്. ഏറ്റവും കൂടുതൽ സൂര്യപ്രകാശം വന്ന് പതിക്കുന്ന സ്ഥലമാണ്. ദ സൺറൈസ് ഫോൾ വേർട്ടിക്കലി. അത് ഏറ്റവും കൂടുതൽ ടെമ്പറേച്ചർ സോൺ എന്നറിയപ്പെടുന്നതാണ് ഇക്വേറ്റർ റീജിയൻ. അതുകൊണ്ട് തന്നെ ഇവിടെ സ്വാഭാവികമായിട്ട് എന്തുണ്ടായിരിക്കാം? കൺവെൻഷൻ നടക്കാം, അല്ലേ? കൺവെൻഷൻ ഉണ്ടാവാം. ഈ കൺവെൻഷൻ നടക്കുന്നത് കൊണ്ട് തന്നെ, കൺവെൻഷനൊക്കെ നമ്മൾ ഓൾറെഡി പറഞ്ഞതാണ്, ഭൂമിയിലേക്ക് ഡയറക്റ്റായിട്ടൊരു ഇൻസുലേഷൻ പ്രോസസ്സ് ഉണ്ടാകുമ്പോൾ അവിടെ നേരെ ഭൂമിയുടെ എല്ലാ സ്ഥലങ്ങളിലും ചൂടാക്കി അതെവിടേക്ക് പോകുന്നു? ഭൂമിയുടെ ഉപരിതലത്തിലേക്ക് നേരെ അത് ഒരു മിഡിൽ പാർട്ടിലോട്ടോ അല്ലെങ്കിൽ അപ്പർ പാർട്ടിലോട്ടോ പോകുന്നു.
അല്ലേ? അപ്പോൾ അവിടെ എന്ത് സംഭവിക്കുന്നു? കൺവെക്ഷൻ സംഭവിക്കുന്നു. കൺവെക്ഷൻ കൂടുതലാണെങ്കിൽ അവിടെ എന്ത് സംഭവിക്കാം? റെയിൻഫാൾ ഉണ്ടാവാം. റെയിൻഫാൾ ഉണ്ടാവുന്നതാണെങ്കിൽ അവിടെ സ്വാഭാവികമായിട്ട് കാറ്റിൻ്റെ സാന്നിധ്യവും ഉണ്ടായിരിക്കും. അല്ലേ? ടെമ്പറേച്ചർ കൂടുതലുള്ള സ്ഥലത്തല്ലേ ലോ പ്രഷർ ആയിരിക്കുമല്ലോ. ഇതൊക്കെ നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തതാണ്. ലോ പ്രഷർ റീജൻസ് ആയിരിക്കും. അതേപോലെ തന്നെ എന്താണ്? റെയിൻഫാളും ഉണ്ടായിരിക്കും. പലതരത്തിലുള്ള റെയിൻഫാളുകൾ നമ്മൾ എന്താണ് പഠിച്ചതുമാണ്. കൺവെക്ഷൻ റെയിൻഫോൾസ് നമ്മൾ ഫസ്റ്റ് ചാപ്റ്ററിൽ ഏറ്റവും അവസാനം രണ്ടാമത്തെ റെയിൻഫാളായിട്ട് പഠിച്ചു. 3 തരം റെയിൻഫോൾ പഠിച്ചു. ഒന്ന് ഓറോഗ്രാഫി പഠിച്ചു, രണ്ടാമത്തത് കൺവെൻഷണൽ പഠിച്ചു, മൂന്നാമത്തത് ബോർഡർ റെയിൻഫാൾ നമ്മൾ പഠിച്ചു. അല്ലേ? ഏറ്റവും അവസാനത്തെ റെയിൻഫാൾ ഫോർട്ടിഫൈഡ് റെയിൻഫാൾ എന്ന് നമ്മൾ പഠിച്ചു. അപ്പോൾ ഈ 3 റെയിൻഫാളിൽ ഏറ്റവും പ്രധാനമായിട്ടും നമ്മുടെ സെൻട്രൽ ഇക്വേറ്റർ, അതായത് ടെമ്പറേച്ചർ സോണായിട്ടുള്ള ഈ സെൻട്രൽ പാർട്ടിൽ, ഇക്വേറ്റർ പാർട്ടിൽ വീശുന്നതാണ്. അല്ലെങ്കിൽ എന്താണ് അവിടെ ഏറ്റവും കൂടുതൽ എന്തായിരിക്കാം? ചൂട് കാലാവസ്ഥയാണ് ഉണ്ടാകുന്നത്. ഈ ചൂട് കാലാവസ്ഥ ആയതുകൊണ്ട് തന്നെ ദീസ് റീജിയൻ എക്സ്റ്റെൻഡഡ് അപ് ടു ഏതുവരെയാണ്? 10 ഡിഗ്രി നോർത്ത് ആൻഡ് ദ 10 ഡിഗ്രി സൗത്ത് ഇൻ ഇക്വേറ്റർ. നമ്മുടെ ഭൂമിയിൽ മധ്യഭാഗത്തുള്ള 10 ഡിഗ്രി 10 ഡിഗ്രി നോർത്തിനും 10 ഡിഗ്രി സൗത്തിനും ഇടയിലാണ് വരുന്നത്. നമുക്ക് ഇവിടെ കണ്ടാൽ മനസ്സിലാവും ഈ റീജിയൻസ് എന്താണ്? ക്യാരക്ടറൈസ്ഡ് ബൈ ദ ഹൈ ടെമ്പറേച്ചർ ആൻഡ് ദ ഹൈ റെയിൻഫാൾ ത്രൂ ഔട്ട് ദ ഇയർ. ഏറ്റവും കൂടുതൽ ഹൈ ടെമ്പറേച്ചറും ഹൈ റെയിൻഫാളും ഏറ്റവും കൂടുതൽ ഉണ്ടാകുന്ന സ്ഥലമാണ്. ദീസ് ക്ലൈമറ്റ് റീജിയൻ ഈസ് ഹോട്ടർ ബിക്കോസ് ഓഫ് സൺറൈസസ് ഫോൾ വേർട്ടിക്കലി ത്രൂ ഔട്ട് ദ ഇയർ. ഇത് കൂടുതൽ എക്സ്പ്ലെയിൻ ചെയ്യേണ്ട ആവശ്യമില്ല, നിങ്ങൾക്ക് നന്നായിട്ട് അറിയാവുന്നതാണ്. അതുകൊണ്ട് തന്നെ ഇവിടെ എന്താണ്? ഹയർ കൺവെൻഷണൽ റെയിൻഫാളും പ്രസിപ്പിറ്റേഷൻസും ഉണ്ടാകുന്നു. ഹയർ കൺവെൻഷൻ റെയിൻഫാൾ, അല്ലേ? സൂര്യപ്രകാശം നേരിട്ട് വന്ന് എന്ത് ചെയ്യുന്നു? ഇവിടെ പതിക്കുന്നത് കൊണ്ട് തന്നെ കൺവെൻഷൻ പ്രോസസ്സ് ഇവിടെ വളരെ വലുതായിട്ട് നടക്കും. അതുകൊണ്ട് തന്നെ റെയിൻഫാൾ കൂടുതലായിട്ട് ഉണ്ടാകുന്നു. സോ ദാറ്റ്സ് റീസൺ ഇവിടെ എന്തും കൂടുതലായിരിക്കാം? നാച്ചുറൽ വെജിറ്റേഷനും കൂടുതലായിരിക്കാം. നാച്ചുറൽ വെജിറ്റേഷൻസ് കൂടുതലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നാച്ചുറൽ വെജിറ്റേഷൻ ഉണ്ടാകുമ്പോൾ അഗ്രികൾച്ചർ ഉണ്ടാവാം. അഗ്രികൾച്ചർ ഉണ്ടാകുമെങ്കിൽ അവിടെ താമസിക്കാനായിട്ട് ആളുകളുണ്ടാവാം, ഹ്യൂമൻ ലൈഫ്സ് ഉണ്ടാവാം. അത് പലരും ആയിരിക്കാം. ചിലപ്പോൾ അത് നമുക്ക് ട്രൈബൽ റീജിയൻസിലുള്ള ആളായിരിക്കാം, അല്ലേ? അങ്ങനെ ട്രൈബൽ റീജിയൻസിലുള്ള ആളുകൾക്ക് ഒരു ഉദാഹരണമാണ് ഇത് ഇവിടെ കൊടുത്തിരിക്കുന്നത്. കണ്ടായിരിക്കുമല്ലോ നമ്മൾ അതിൻ്റെ കാര്യം നമ്മൾ അങ്ങോട്ട് നോക്കുന്നതായിരിക്കും. യെസ്. അതുപോലെ തന്നെ ദീസ് ഏരിയാസ് റിസീവ് ദ റെയിൻഫോൾ ഇൻ എവറി ഡേ ആഫ്റ്റർനൂൺ. ഇത് കൺവെൻഷൻ റെയിൻഫോൾ ആണ്, അല്ലേ? കൺവെൻഷൻ റെയിൻഫോൾ ആയതുകൊണ്ട് തന്നെ ഇതെപ്പോഴും എന്ത് തന്നെയായിരിക്കാം? ആഫ്റ്റർനൂൺ റെയിൻഫോൾ ആയിരിക്കാം കൂടുതലുണ്ടാകുന്നത്. നമ്മൾ 4 o'clock റെയിൻഫോളൊക്കെ ഒന്നാമത്തെ ചാപ്റ്ററിൽ പഠിച്ചിട്ടുണ്ടായിരുന്നു. അത് നിങ്ങൾ നന്നായിട്ട് എടുത്ത് എന്ത് ചെയ്യുക? നോക്കുക. പിന്നെ ഇവിടെ എവർഗ്രീൻ ഫോറസ്റ്റ് റീജൻസ് ആണ് കൂടുതലും ഉണ്ടാകുന്നത്. എവർഗ്രീൻ ഫോറസ്റ്റ് റീജൻസ് ആണ്. ആൻഡ് ടെമ്പറേച്ചർ ഈസ് ഹൈ. ഇവിടെ ടെമ്പറേച്ചർ ഹൈ ആണ്. സ്വാഭാവികമായിട്ടും കോമൺലി ഹൈ റെയിൻഫാൾ ആണ്. ആൻഡ് ദ ഡീറ്റെയിൽസ് നമ്മൾ ഇക്വേറ്റർ റീജൻസിൻ്റെ ഓൾറെഡി നമ്മൾ പ്രീവിയസ് ചാപ്റ്റർ ഡിസ്കസ് ചെയ്തതായിട്ട് ഇവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പം നമുക്കിതാണ് ഇതിനകത്ത് വരുന്ന പ്രധാനമായിട്ടുള്ള ഇക്വേറ്റർ റീജൻസ് എന്നറിയപ്പെടുന്നത്. വലിയ പാടൊന്നുമല്ല, സിമ്പിളായിട്ടുള്ള ഒന്നാണ്. അപ്പോൾ മേജർ ക്ലൈമറ്റ് റീജൻസ് കൊടുത്തിട്ടുണ്ട്. ഇക്വേറ്റർ ക്ലൈമറ്റ് റീജൻസ്, മൺസൂൺ ക്ലൈമറ്റ് റീജൻ, സവാന റീജൻസ്, ഹോട്ട് ഡെസേർട്ട് റീജൻ, ടെമ്പറേച്ചർ റീജൻസ്. അടുത്ത ഇക്വേറ്റർ ക്ലൈമറ്റ് റീജൻസിനെ കുറിച്ച് ഇവിടെ കൊടുത്തിട്ടുണ്ട്. എക്സ്റ്റൻഷൻ അപ് ടു ദ 10 ഡിഗ്രി നോർത്ത് ആൻഡ് 10 ഡിഗ്രി സൗത്ത്. അപ്പോൾ ഇവിടെ നല്ല രീതിയിൽ ടെമ്പറേച്ചർ ഉള്ളത് കൊണ്ട് തന്നെ ഇവിടുത്തെ റെയിൻഫാൾ കണ്ടു നിങ്ങൾ. വളരെ നല്ല ഒരു നാച്ചുറൽ വെജിറ്റേഷനുള്ള ഒരു പ്ലേസാണ് ഇക്വേറ്റർ പ്ലേസ് എന്നറിയപ്പെടുന്നത്. വളരെ നല്ല രീതിയിലുള്ള എന്തുണ്ട്? നാച്ചുറൽ വെജിറ്റേഷൻ ഉള്ള ഒരു സ്ഥലമാണ്. അതുപോലെ തന്നെ കീ ക്യാരക്ടറിസ്റ്റിക്സ് ആണ് ഹൈ ടെമ്പറേച്ചർ, ഹൈ റെയിൻഫാൾ ത്രൂ ഔട്ട് ദ ഇയർ. ഏറ്റവും കൂടുതൽ എന്തുണ്ട്? റെയിൻഫാൾ കൂടുതലുള്ള സ്ഥലമാണ്. അതുകൊണ്ട് തന്നെ സ്വാഭാവികമായിട്ടും നാച്ചുറൽ ഒരു വെജിറ്റേഷൻസും വളരെയധികം കൂടുതലായിരിക്കും. അതുപോലെ തന്നെ വെർട്ടിക്കൽ സൺറൈസസ് ഇവിടെ കൂടുതലായിട്ടും ലംബപരമായിട്ട് സൺറൈസസ് വരുന്നത് കൊണ്ട് തന്നെ എയർ കൺവെൻഷൻ കൂടുതലാണ്. ആൻഡ് റെയിൻഫോൾ ഈസ് എവറി ഡേ ഇൻ ദ ആഫ്റ്റർനൂൺ. എപ്പോഴും ഉച്ചതിരിഞ്ഞായിരിക്കും ഇവിടെ മഴ പെയ്യുന്നത്. അബണ്ടൻസ് ഓഫ് എവർഗ്രീൻ ഫോറസ്റ്റ് ആൻഡ് കണ്ടൻസേഷൻസ്. അപ്പോൾ ഇത് നിങ്ങൾക്ക് വളരെ യൂസ്ഫുൾ ആയിരിക്കും. ഈ പോയിന്റ് ബേസ് ആയിട്ടുള്ളത് എല്ലാവരും നോക്കി പഠിക്കാനായിട്ട് എന്ത് ചെയ്യുക? ശ്രമിക്കുക. രണ്ടാമതായി വരുന്ന ക്ലൈമറ്റ് റീജിയനാണ് മൺസൂൺ ക്ലൈമറ്റ് റീജിയൻസ്. അപ്പോൾ മൺസൂൺ ക്ലൈമറ്റ് റീജിയൻസിൻ്റെ ഒരു ഗ്രാഫിക്കൽ റെപ്രസെൻറ്റേഷനാണ് നിങ്ങൾ ഈ കാണുന്നത്. മൺസൂൺ നമ്മൾ ടെസ്റ്റിലുള്ളത് തന്നെയാണ് മൺസൂൺ ക്ലൈമറ്റ് റീജിയൻസ്. അപ്പോൾ ഈ മൺസൂൺ ക്ലൈമറ്റ് റീജിയൻസിൻ്റെ സ്ഥാനം എന്നറിയപ്പെടുന്നത്, അല്ലെങ്കിൽ അതിൻ്റെ ഒരു പ്ലേസ് എന്നറിയപ്പെടുന്നത്, നമുക്കറിയാം 22.5 ഡിഗ്രി നോർത്തിനും 23.5 ഡിഗ്രി സൗത്തിനും, അല്ലേ? അപ്പോൾ നമുക്കിതിൻ്റെ 30 ഡിഗ്രി ആയി കഴിഞ്ഞാൽ നമുക്ക് സബ് ട്രോപ്പിക്കൽ റീജിയൻസ് ആയി. ഇതിൻ്റെ സെൻട്രൽ പ്ലേസ് എന്നറിയപ്പെടുന്ന 0 ഡിഗ്രി നമ്മൾ നേരത്തെ പഠിച്ച ഇക്വേറ്റർ റീജിയൻസ്. അപ്പോൾ ഈ റീജിയൻസ് ഇവിടെ നിന്ന് നോക്കിയോ നിങ്ങൾ. ഈ മൺസൂൺ റീജിയൻ എന്ന് പറയുമ്പോഴേ നമ്മൾ ഫസ്റ്റ് ചാപ്റ്ററിൽ പഠിച്ചു അതെന്താണ്? ഒരു വിൻഡിൻ്റെ ഡയറക്ഷൻസ് മൂലം ഉണ്ടാകുന്ന ഒരു കാറ്റുകൾ. ആ മൺസൂൺ എന്ന് പറഞ്ഞാൽ എന്ത് തന്നെയാണ്? ഒരു കാറ്റാണ്. ഈ കാറ്റിലുണ്ടാകുന്ന മഴ, അല്ലേ? അപ്പോൾ ഈ മഴ ഉണ്ടാകുന്നതിന് നമ്മുടെ സതേൺ ആൻഡ് നോർത്തേൺ ഹെമിസ്ഫിയറിലും രണ്ട് തരത്തിലാണ് മൺസൂണിൻ്റെ ഒരു പ്രവാഹം എന്നറിയപ്പെടുന്നത്. എവിടെയാണോ കാറ്റുകൾക്ക് ഡയറക്ഷൻ മാറ്റം സംഭവിക്കുന്നത് ആ പ്ലേസിൽ എന്ത് ചെയ്യുന്നു? മഴ പെയ്യുന്നു.
ഇപ്പോൾ മൺസൂൺ എന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ടും കാറ്റുകൾക്ക് സംഭവിക്കുന്ന ദിശാവ്യതിയാനം. കാറ്റുകൾ എങ്ങോട്ടാണോ ഡയറക്ഷൻ മാറി വീശുന്നത് ആ മേഖലകളിലോട്ട് എന്ത് ചെയ്യും, കാറ്റ് വീശും. അപ്പം ഈ കാറ്റ് വീശുന്ന ഈ ഒരു 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 എഫക്റ്റ് നമ്മുടെ ഒരു പ്രോസസ്സ് നമ്മുടെ അറ്റ്മോസ്ഫിയറിൽ ഉണ്ടാകണമെങ്കിൽ അവിടെ ഉണ്ടാകേണ്ട ഏറ്റവും പ്രധാനപ്പെട്ടതാണ് സൂര്യൻ്റെ സ്ഥാനം. അപ്പോൾ സൂര്യൻ അപ്പാരൻ്റ്ലി അങ്ങോട്ടും, അതായത് നോർത്തിലോട്ടും സൗത്തിലോട്ടും എന്ത് ചെയ്യുന്നുണ്ട്, അപ്പാരൻ്റ് മൂവ്മെൻറ്റ് ചെയ്യുന്നുണ്ട്. സ്വാഭാവികമായിട്ടും സൂര്യൻ്റെ സ്ഥാനം നോർത്തേൺ ഹെമിസ്ഫിയറിലായിരിക്കുന്ന സമയത്ത് ഇവിടെ സമ്മർ സീസണാണ്. അപ്പോൾ ഇവിടെ എന്തായിരിക്കും, ലോ പ്രഷർ ആയിരിക്കും. സൂര്യൻ്റെ സ്ഥാനം സദേൺ ഹെമിസ്ഫിയറിലായിരിക്കുന്ന സമയത്ത് നമുക്ക് എന്തായിരിക്കും, ഹൈ പ്രഷർ ആയിരിക്കും. അതായത് എന്താണ്, ഹൈ റീജിയൺ പ്ലേസ് അല്ല, ഹൈ പ്രഷർ ആയിരിക്കും ഉണ്ടാകുന്നത്. അപ്പോൾ ഇവിടെ ലോ പ്രഷർ ആയിരിക്കും. അപ്പോൾ സ്വാഭാവികമായിട്ട് നമുക്ക് ഇവിടുത്തെ ക്ലൈമറ്റ് മാത്രം നോക്കിയാൽ മതി. അപ്പോൾ സൂര്യൻ്റെ അപ്പാരൻ്റ് അനുസരിച്ച് നമ്മുടെ സ്ഥലത്ത് ലോ പ്രഷറും ഹൈ പ്രഷറും ഉണ്ടാകുന്നതിൻ്റെ അടിസ്ഥാനത്തിൽ എന്ത് ചെയ്യുന്നു, കാറ്റുകൾ നമ്മുടെ നോർത്തേൺ ഹെമിസ്ഫിയറിലേക്ക് സഞ്ചരിക്കുന്നു. അപ്പോൾ നോർത്തേൺ ഹെമിസ്ഫിയറിലേക്ക് സഞ്ചരിക്കുന്ന സമയത്ത് ഇവിടെ എന്ത് സംഭവിക്കുന്നു, ഇവിടെ കോറിയോലിസ് എഫക്റ്റ് ഒക്കെ ഉണ്ടാകുന്നുണ്ട്. ആ കോറിയോലിസ് ബലമാണ് എന്ത് ചെയ്യുന്നത്, മൺസൂൺ റീജിയൻസ് എന്നറിയപ്പെടുന്ന ഒരു കാറ്റുകൾ, അല്ലെങ്കിൽ ആ ഒരു കാറ്റിനൊരു ഡയറക്ഷൻ ചേഞ്ചൊക്കെ ഉണ്ടാക്കിയെടുക്കുന്നത്. അപ്പോൾ നമ്മുടെ ഇന്ത്യയുടെ ഏകദേശം എല്ലാ ഭാഗങ്ങളിലും ഇതാക്കണ്ടോ, ഇവിടെയൊക്കെ ഉണ്ടാക്കുന്നതിന് പ്രധാനപ്പെട്ട കാരണം എന്നറിയപ്പെടുന്ന ഈ കാറ്റുകൾ കൊണ്ടുവരുന്ന മോയ്സ്ചറൈസറാണ്. അത് സീയിൽ നിന്ന് എവിടേക്ക് കൊണ്ടുവരുന്നു, ലാൻഡ് ഏരിയസിലേക്ക് കൊണ്ടുവരുന്നു. അത് ഈ നോർത്ത് അമേരിക്കയുടെയും അതായത് സൗത്ത് അമേരിക്കയുടെ ഈ ഭാഗങ്ങളായാലും ആഫ്രിക്കയുടെ ഈ റീജിയൻസുകളായാലും അല്ലേ, ഇവിടെയൊക്കെ ആയാലും മഡഗാസ്കർ കൊടുത്തിട്ടുണ്ട്, അവിടെ ആയാലും അതുപോലെ തന്നെ ഓസ്ട്രേലിയയുടെ ഈ ഭാഗങ്ങളൊക്കെ കണ്ടു കാണുമല്ലോ. ഇവിടെ എല്ലാം എന്ത് ചെയ്യുന്നുണ്ട്, കാറ്റുകൾക്ക് ദിശാവ്യതിയാനം സംഭവിക്കുന്നതിൻ്റെ അടിസ്ഥാനത്തിൽ അവിടെ മഴ പെയ്യുന്നതായിട്ട് കാണുന്നു. ഇങ്ങനെ ഡയറക്ഷൻ ചേഞ്ച് സംഭവിച്ചു പെയ്യുന്ന മഴകളെയാണ് നമ്മൾ മൺസൂൺ ക്ലൈമറ്റ് റീജിയൻ എന്ന പേരിൽ അറിയപ്പെടുന്നത്. എന്ത് പേരിൽ അറിയപ്പെടുന്നു, മൺസൂൺ ക്ലൈമറ്റ് റീജിയൻസ്. ഓക്കെ, ഇതിൻ്റെ പെർട്ടിക്കുലാരിറ്റി എന്താണെന്ന് നോക്കാം. മൺസൂൺ ആർ ദ സീസണൽ റിവേഴ്സ് വിൻഡ്. ഇത് ഇവിടെ തന്നെ കൊടുത്തിട്ടുണ്ട്. മൺസൂൺ എന്നറിയപ്പെടുന്ന ഒരു സീസണൽ വിൻഡാണ്. ഇത് റിവേഴ്സ് വിൻഡ് എന്നും കൊടുത്തിട്ടുണ്ട്, അല്ലെങ്കിൽ റിട്രീവൽ മൺസൂൺ എന്നും അറിയപ്പെടുന്നുണ്ട്. ചില സീസൺ സമയങ്ങളിൽ നമ്മുടെ ഭൂമിയിൽ ഉണ്ടാകുന്ന അല്ലെങ്കിൽ ചില പ്രദേശങ്ങളിൽ ഉണ്ടാകുന്ന കാറ്റുകളാണ് എന്നറിയപ്പെടുന്നത് മൺസൂൺ. In monsoon, the wind is blown from sea to land and summer to get the reversed from the land to sea. ഇത് നമ്മൾ പറയുന്ന സമയത്ത് നമ്മൾ ഓൾറെഡി കഴിഞ്ഞ പ്രീവിയസ് ചാപ്റ്റർ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. രാവിലെ സമയത്ത് ഡേ ടൈം എന്ത് ചെയ്യുന്നുണ്ട്, ടെമ്പറേച്ചർ ഏറ്റവും കൂടുതൽ വരുന്നത് നമ്മുടെ ലാൻഡ് ഏരിയസിലായിരിക്കാം. അതുകൊണ്ട് തന്നെ ഇവിടെ ലോ പ്രഷറും. ഡേ ടൈമിൽ കടലിൽ ടെമ്പറേച്ചറിൻ്റെ സാന്നിധ്യം കുറവായതുകൊണ്ട് തന്നെ, അല്ലെങ്കിൽ ടെമ്പറേച്ചർ ഉണ്ട് പക്ഷേ അവിടെ എന്താണ്, കടൽ ചൂടാവുന്നത് വളരെ പതുക്കെയാണ്. അപ്പോൾ സ്വാഭാവികമായിട്ട് അവിടെ എന്തായിരിക്കും, ഹൈ പ്രഷറാണ്. അപ്പോൾ കാറ്റ് എപ്പോഴും വീശുന്നത് ഹൈ പ്രഷറിൽ നിന്ന് ലോ പ്രഷറിലോട്ടായിരിക്കും ഡേ ടൈം. പകൽ സമയത്ത് കടലിൽ നിന്ന് കരയിലേക്ക് വീശും. ഇനി തിരിച്ചാവുമ്പോഴോ, രാത്രി സമയത്ത് അല്ലെങ്കിൽ നൈറ്റ് ടൈമിൽ കടൽ പെട്ടെന്ന് ചൂടാകുന്നു. കടൽ ഓൾറെഡി എന്ത് ചെയ്യും, രാവിലത്തെ ചൂട് തന്നെ അത് തിളച്ച് മറിഞ്ഞ് രാത്രി എന്ന സമയത്ത് ഹൈ ഒരു ടെമ്പറേച്ചർ സോണായിട്ട് മാറും. എന്നാൽ നമ്മുടെ കരയാണെങ്കിലോ പെട്ടെന്ന് ചൂടാകും, പെട്ടെന്ന് തണുക്കും. അതുകൊണ്ട് തന്നെ ഇവിടെ ഹൈ പ്രഷറാണ്. അപ്പോൾ സ്വാഭാവികമായിട്ട് അത് എവിടെ നിന്ന് എങ്ങോട്ട് വീശും, കരയിൽ നിന്ന് കടലിലേക്ക് വീശും അല്ലേ. അപ്പോൾ ഇങ്ങനെ കരയിൽ നിന്നും കടലിലോട്ടും കടലിൽ നിന്ന് കരയിലോട്ടും വീശുന്ന ഈ ഒരു സീസണലായിട്ടുള്ള ഈ ഒരു വിൻഡിൻ്റെ ഈ സർക്കുലേഷനെയാണ് നമ്മൾ എന്ത് പേരിൽ അറിയപ്പെടുന്നത്, മൺസൂൺ എന്ന പേരിൽ അറിയപ്പെടുന്നത് കേട്ടോ. ദീസ് വിൻഡ് ഈസ് ഫ്ലോ ദ സീ ടു ലാൻഡ് ആൻഡ് സമ്മർ ആൻഡ് ഗെറ്റ് റിവേഴ്സ്ഡ് ഫ്രം ലാൻഡ് ടു വിൻ്റർ. സമ്മർ സീസൺ ആവുന്ന സമയത്ത് ലാൻഡിൽ നിന്ന് കടലിലോട്ടും, വിൻ്റർ ആവുന്ന സമയത്ത് എന്ത് ചെയ്യുന്നുണ്ട്, സോ ദ ബ്ലോ ഫ്രം ദ സീ ടു ലാൻഡ് ഇൻ സമ്മർ സീസൺ ആവുന്ന സമയത്ത് ലാൻഡിൽ നിന്ന് കടലിലോട്ടും നമ്മൾ പറഞ്ഞതാണ്. വിൻ്റർ സീസൺ സമയത്ത് എന്ത് ചെയ്യുന്നുണ്ട്, കടലിൽ നിന്ന് കരയിലോട്ടും വീശുന്നു. അപ്പോൾ ഇങ്ങനെ വീശുന്ന ഈ കാറ്റുകളെയാണ് എന്ത് പേരിൽ അറിയപ്പെടുന്നത്, മൺസൂൺ റിവേഴ്സൽ വിൻഡുകൾ എന്ന പേരിൽ അറിയപ്പെടുന്നത്. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ പ്രധാനമായിട്ടും ദീസ് റീജിയൻ ഈസ് നോൺ ആസ് ദ മൺസൂൺ ക്ലൈമറ്റ് ആൻഡ് ഇൻഫ്ലുവൻസ് ദ മൺസൂൺ വിൻഡ്. പ്രധാനമായിട്ടും ഇങ്ങനെ ഒരു സീസൺ തന്നെ ഉണ്ടാകുന്നത് അവിടെ എന്ത് ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട്, കാറ്റുകൾ വളരെ വലിയ രീതിയിലുള്ള ഇൻഫ്ലുവൻസ് നടത്തുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഇത് കൂടുതലായിട്ടും ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഒരു രാജ്യങ്ങളിൽ ഒന്നാണ് നമ്മുടെ ഇന്ത്യ എന്നറിയപ്പെടുന്നത്. പ്രത്യേകിച്ച് നമ്മുടെ ഇന്ത്യൻ സബ് കോണ്ടിനെൻ്റ് പ്ലേസസ്. നമ്മുടെ ഇന്ത്യൻ സബ് കോണ്ടിനെൻറ്റിൽ ഉപഭൂഖണ്ഡ പ്രദേശമായിട്ടുള്ള നമ്മുടെ പെൻസുലാർ റീജൻസ് അറിയാമല്ലോ, അതിൻ്റെ തൊട്ട് മുകളിലാണ് അല്ലെ ഉപദ്വീപീയ സ്ഥലം എന്നറിയപ്പെടുന്നത്. നമുക്ക് എല്ലാവർക്കും അറിയായിരിക്കും. ഇതാണ് നമ്മുടെ ഇന്ത്യയെങ്കിൽ ഇന്ത്യ 3 സൈഡും ചുറ്റപ്പെട്ട് കിടക്കുന്നതിന് നമ്മൾ പെൻസുലാർ എന്ന് പറയും അല്ലേ. അതിൻ്റെ തൊട്ട് മുകളിൽ വരുന്ന ഹിമാലയൻ റീജിയൻ തൊട്ടുള്ള ഭാഗങ്ങൾ എന്താണ്, ഈ ഭാഗങ്ങളെല്ലാം എന്ത് തന്നെയായിരിക്കാം, ഇന്ത്യൻ സബ് കോണ്ടിനെൻ്റ് ആണ്. അപ്പോൾ ഇവിടെയൊക്കെ ആയിരിക്കും ഏറ്റവും ഈ ഭാഗങ്ങൾ തൊട്ട് ഇവിടെ എല്ലാം എന്ത് ചെയ്യുന്നുണ്ട്, മൺസൂൺ വിൻഡുകൾ റിഫ്ലക്റ്റ് ചെയ്യുന്നുണ്ട്. മൺസൂൺ വിൻഡുകൾ വളരെ വലുതായിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, റിഫ്ലക്റ്റ് ചെയ്യുന്നുണ്ട്.
അപ്പോൾ നോക്കിയേ, ഇപ്പോൾ എന്താ ഇവിടെ കൊടുത്തിട്ടുണ്ട് മൺസൂൺ വിൻഡുകൾ എന്നറിയപ്പെടുന്ന നമ്മുടെ മാപ്പ് നോക്കാനായിട്ട് പറയുന്നുണ്ട്. നമുക്ക് താഴോട്ട് നോക്കാം. അപ്പോൾ മാപ്പ് നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ മൺസൂൺ ക്ലൈമറ്റ് റീജിയൻസ്, ദ മൺസൂൺ ക്ലൈമറ്റ് ക്യാരക്ടറൈസ് ദ ലോങ് ഹ്യൂമിഡ് സമ്മർ ആൻഡ് ദ ഷോർട്ട് ഡ്രൈ വിൻ്റർ. ഇവിടെ എന്നറിയപ്പെടുന്നത് അതിൻ്റെ പ്രധാനപ്പെട്ട ക്യാരക്ടറിസ്റ്റിക്സ് ലോങ് ആൻഡ് ഹ്യൂമിഡ് സമ്മർ, വളരെ മോയ്സ്ചർ അടങ്ങിയിട്ടുള്ള അല്ലെങ്കിൽ അന്തരീക്ഷത്തിൽ വളരെയധികം ജലത്തിൻ്റെ സാന്നിധ്യം അടങ്ങിയിട്ടുള്ള ഒരു സമ്മറും അതുപോലെ തന്നെയാണ് വളരെ വരണ്ട വിൻ്ററുമായിരിക്കും, ശൈത്യവുമായിരിക്കും ഉണ്ടാകുന്നത്. അപ്പോൾ ഉഷ്ണകാലം എന്നറിയപ്പെടുന്ന വളരെയധികം ഹ്യൂമിഡുമായിരിക്കും അല്ലെങ്കിൽ മോയ്സ്ചർ അടങ്ങിയതുമായിരിക്കും. അതുപോലെ തന്നെയാണ് വളരെ വരണ്ടതായിട്ടുള്ള ഒരു ശൈത്യകാലവും അടങ്ങുന്നതാണ് ഈ മൺസൂൺ റീജിയൻ. ആൻഡ് മൺസൂൺ ക്ലൈമറ്റ് റീജിയൻ ഈസ് ദ ഡയനൽ റേഞ്ച് ഓഫ് ടെമ്പറേച്ചർ ഈസ് വെരി ലോ ഇൻ ദ കോസ്റ്റൽ ഏരിയ. നമ്മൾ ഡയനൽ റേഞ്ച് ഓഫ് ടെമ്പറേച്ചർ ഓൾറെഡി പഠിച്ചതായിരുന്നു ഒന്നാമത്തെ ചാപ്റ്ററിൽ. നിങ്ങൾക്ക് ഓർമ്മയുണ്ടെന്ന് തോന്നുന്നു. ടെമ്പറേച്ചർ പഠിച്ച സമയത്ത് ഡയനൽ റേഞ്ച് ഓഫ് ടെമ്പറേച്ചറും പഠിച്ചു. അതുപോലെ തന്നെ മറ്റൊരു ടെമ്പറേച്ചർ റീജിയൻസ് നമ്മൾ എന്ത് ചെയ്തു, പഠിച്ചു. അപ്പോൾ ഡയനൽ റേഞ്ച് ഓഫ് ടെമ്പറേച്ചർ എന്ന് പറഞ്ഞാൽ എന്താണ്? മിനിമം ടെമ്പറേച്ചർ മൈനസ് പിന്നെ എന്താണ് മാക്സിമം ടെമ്പറേച്ചർ. അപ്പോൾ ഇവിടുത്തെ ഡയനൽ റേഞ്ച് ഓഫ് ടെമ്പറേച്ചർ വെരി ലോ ഇൻ കോസ്റ്റൽ ഏരിയ. കോസ്റ്റൽ ഏരിയയിൽ എന്ത് ചെയ്യുന്നു, ടെമ്പറേച്ചറിൻ്റെ സാന്നിധ്യം വളരെയധികം കുറവ് ആയിരിക്കും. എന്നാൽ വെരി ഹൈ ഇൻ ദ ഇൻറ്റീരിയർ. എന്നാൽ ലാൻഡ് ഏരിയയിൽ എന്തായിരിക്കും, വളരെയധികം കൂടുതലായിരിക്കും. എന്നാലല്ലേ ലാൻഡ് ഏരിയയിൽ ലോ പ്രഷർ ഉണ്ടാവുകയുള്ളൂ അല്ലേ? കടലിൽ ലോ പ്രഷർ ആണെങ്കിൽ തിരിച്ചല്ലേ സംഭവിക്കുകയുള്ളൂ അല്ലേ? എന്നാൽ നമ്മുടെ ലാൻഡ് ഏരിയയിൽ ഒരിക്കലും എന്ത് ചെയ്യില്ല, ഈ പറയുന്ന മഴയൊന്നും പെയ്യില്ല. മൺസൂൺ എന്ന് പറയുന്നത് തന്നെ നമ്മുടെ ലാൻഡിലേക്ക് എന്ത് ചെയ്യുന്നു, മഴ കൊണ്ടുവരുന്നതാണ്. അപ്പോൾ സ്വാഭാവികമായിട്ട് അവിടെ എന്തായിരിക്കണം, ലോ പ്രഷർ ആയിരിക്കണം. അഫ്കോഴ്സ് അവിടെ ടെമ്പറേച്ചർ ആയിരിക്കണം. അപ്പോൾ അങ്ങനെയുള്ള റീജിയനെയാണ് നമ്മൾ എന്ത് പേരിൽ അറിയപ്പെടുന്നത്, മൺസൂൺ എന്ന പേരിൽ അറിയപ്പെടുന്നത്. അപ്പോൾ ഇത് നിങ്ങൾക്ക് ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. ദ മൺസൂൺ ക്ലൈമറ്റ് റീജിയൻസ് ഇത് വെരി ഹ്യൂമിഡ് സമ്മർ ആൻഡ് ഷോർട്ട് ഡ്രൈ വിൻ്റർ. ദ ക്ലൈമറ്റ് റീജിയൻ ഈസ് എ ഡയനൽ റേഞ്ച് ഓഫ് ടെമ്പറേച്ചർ ഈസ് വെരി ലോ കോസ്റ്റൽ ഏരിയ ആൻഡ് വെരി ഹൈ ഇൻ ദ ലാൻഡ് ഏരിയാസ്. ഇനി ഇതിൻ്റെ പ്രത്യേകതകളെ കുറിച്ചാണ് നമ്മൾ പറയാനുള്ളത്. And these land depending like physiography, direction and coastal rainfall distributions also monsoon regions. ഇവിടുത്തെ ഫിസിയോഗ്രഫി ആയാലും ഡയറക്ഷൻ ഓഫ് വിൻഡ് ആയാലും ഡിസ്റ്റൻസ് ഫ്രം ദ കോസ്റ്റ് ആയാലും റെയിൻഫാൾ ഡിസ്ട്രിബ്യൂഷൻ ആയാലും എല്ലാം എന്ത് തന്നെയാണ്, എൻറ്റോർഡ് ഡിഫറെൻ്റ് ആണ്. ഏതനുസരിച്ച്, നമ്മൾ നേരത്തെ പഠിച്ച ഇക്വേറ്റർ ക്ലൈമറ്റ് അനുസരിച്ച്. ഇവിടെ പ്രധാനമായിട്ടും റീജിയൻ വിത്ത് ദ 50 സെൻറ്റിമീറ്റർ ഓഫ് റെയിൻഫാൾ ഓഫ് ആവറേജ് 1000 സെൻറ്റിമീറ്റർ ഓഫ് ആനുവൽ റെയിൻഫാൾ ക്യാൻ ബി ഫൗണ്ട് ഇൻ ദ റീജിയൻ. ഈ റീജിയൻസ് അപേക്ഷിച്ച് ഏകദേശം 1000 സെൻറ്റിമീറ്റർ മുതൽ 50 സെൻറ്റിമീറ്റർ വരെ അല്ലേ മഴ ലഭിക്കുന്ന ഒരു സ്ഥലമാണ്. അപ്പോൾ 1000 സെൻറ്റിമീറ്റർ എന്നൊക്കെ പറഞ്ഞാൽ നമുക്ക് ചിന്തിക്കാൻ പറ്റാത്തത്ര മഴയായിരിക്കാം. അപ്പോൾ അത്രയും നല്ല രീതിയിലുള്ള ഒരു റെയിൻഫോൾ റീജിയനാണ് ഈ പറയുന്ന ഈ ക്ലൈമറ്റ് റീജിയൻ എന്ന പേരിൽ എന്ത് ചെയ്യുന്നത്, അറിയപ്പെടുന്നത്. ഇനി ഇവിടെ നിങ്ങൾക്ക് കാണാം ലക്ഷോറിയൻ്റ് ആയിട്ടുള്ള നല്ല മഴ ലഭിക്കുന്നത് കൊണ്ട് തന്നെ ഈ പ്ലേസ് എന്നറിയപ്പെടുന്നത് ലക്ഷോറിയൻ്റ് വെജിറ്റേഷനാണ്. ഹൈ ടെമ്പറേച്ചർ റെയിൻഫാൾ ഹെൽപ്സ് ദ ഫോറസ്റ്റ് റീജിയൻ ഈസ് ബിക്കം ദ ഡെൻസ്. വളരെ ഡെൻസായിട്ടുള്ള വളരെ കാടായിട്ടുള്ള പ്രദേശങ്ങളാണ് ഈ പറയുന്ന നമ്മുടെ മൺസൂൺ ഫോറസ്റ്റ് റീജിയൻ എന്ന പേരിൽ അറിയപ്പെടുന്നത്. നല്ല കാറ്റും അതേപോലെ തന്നെയാണ് നല്ല മഴയും നല്ല ഡെൻസായിട്ടുള്ളൊരു ഒരു വെജിറ്റേഷൻ സ്ഥലവും ഉള്ള സ്ഥലമാണ് എവിടെയെന്നറിയപ്പെടുന്നത് നമ്മുടെ മൺസൂൺ ക്ലൈമറ്റ് റീജിയൻ. ഓക്കെ, ആൻഡ് എവർഗ്രീൻ ഡിസിഡ്യൂസ് ട്രീസ് ആർ ജനറലി ഫൗണ്ടഡ് ഹിയർ. ഇവിടെ ഇല പൊഴിയുന്ന കാടുകൾ ഉണ്ടായിരിക്കാം. അതുപോലെ തന്നെ എവർഗ്രീൻ ഫോറസ്റ്റ്, നിത്യഹരിത വനങ്ങൾ, ഇതെല്ലാം അടങ്ങുന്നതാണ് ഈ സ്ഥലം എന്നറിയപ്പെടുന്നത് മൺസൂൺ റീജിയൻസ്. മൺസൂൺ ഫോറസ്റ്റ് ആൾസോ നോൺ ആസ് ട്രോപ്പിക്കൽ ഡിസിഡ്യൂസ് ഫോറസ്റ്റ്. ഇതിനെ നമ്മൾ ഉഷ്ണമേഖല മഴക്കാടുകളെന്നോ ഉഷ്ണമേഖല ഇലപൊഴിയും കാടുകളെന്നോ എന്ന പേരുകളിലൊക്കെ അറിയപ്പെടുന്നുണ്ട്. വ്യത്യസ്തമായിട്ടുള്ളൊരു കാലാവസ്ഥയല്ലേ ഇവിടെ, ഇലപൊഴിയുന്ന കാടുകളായിട്ടും. ആൻഡ് ടു ട്രീസ് ഡിപ്പെൻഡിങ് ഓൺ ദ എമൗണ്ട് ഓഫ് റെയിൻഫോൾ റിസീവ്ഡ് അല്ലെ, ഒരു മിക്സറായിട്ടുള്ള ഒരു ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു റെയിൻഫോൾ റീജിയനാണ് ഇതായതുകൊണ്ട് തന്നെ ഇവിടുത്തെ ട്രോപ്പിക്കൽ ക്ലൈമറ്റും അല്ലെങ്കിൽ ഉഷ്ണമേഖല കാടുകളായാലും ക്ലൈമറ്റ് ആയാലും എല്ലാം ഡിഫറെൻ്റ് ആണ്. ഓക്കെ ആണല്ലോ. അപ്പോൾ ഇവിടെ ലഭിക്കുന്ന മഴ എന്നറിയപ്പെടുന്നത് എൻറ്റയർലി കുറച്ച് കൂടുതലാണ്. ബിക്കോസ് ഓഫ് ഇറ്റ്സ് വിൻഡ് സർക്കുലേഷൻസ് വളരെയധികം കൂടുതലാണ്. അതുകൊണ്ടാണ് ഈ ക്ലൈമറ്റ് റീജിയനെ നമ്മൾ എന്ത് പേരിൽ അറിയപ്പെട്ടത്, മൺസൂൺ ഫോറസ്റ്റ് ക്ലൈമറ്റ് റീജിയൻ എന്ന പേരിലും അറിയപ്പെട്ടത്. ഓക്കെ, ആൻഡ് മൺസൂൺ ക്ലൈമറ്റ് റീജിയൻ ഈസ് എ ഡെൻസ്ലി പോപ്പുലേറ്റഡ് ഏരിയ. അതുകൂടാതെ തന്നെ ഇത് വളരെയധികം പോപ്പുലേറ്റഡ് ആയിട്ടുള്ള ഒരു പ്ലേസും കൂടെയാണ്. കാരണം നല്ല മഴ ലഭിക്കുന്നത് കൊണ്ട് തന്നെ ഇവിടുത്തെ ജിയോഗ്രഫി അല്ലെങ്കിൽ ഫിസിയോഗ്രഫി അല്ലെങ്കിൽ ഫ്ലോറ ആൻഡ് ഫ്യൂണ എന്നറിയപ്പെടുന്നത് എൻറ്റോർലി ഡിഫറെൻറ്റ്. ആളുകൾക്ക് വളരെ ഫേവറബിൾ ആയിട്ട് ജീവിക്കാൻ പറ്റും. അഗ്രികൾച്ചർ സെക്ടേഴ്സ് വിൽ ബി ആക്റ്റീവ്. അതുകൊണ്ട് തന്നെ നമുക്ക് ഗ്രെയിൻസ് ആയാലും മറ്റു തരത്തിലുള്ള എല്ലാ തരത്തിലുള്ള ഉൽപ്പന്നങ്ങൾ പ്രൊഡക്ഷൻ ആയാലും വളരെയധികം ആഡ്യൂക്കേറ്റ് ആയിട്ട് നടക്കുന്ന സ്ഥലമാണ്. Then region is important agriculture regions like rice, sugarcane, jute, cotton, tea and coffee are the cultivated here. ഇവിടെ എന്ത് ചെയ്യുന്നുണ്ട്, ടീ ആയാലും കോട്ടൺ ആയാലും ജൂട്ട്, ഷുഗർ കെയിൻ ഇതെല്ലാം വളരെ ആക്റ്റീവായിട്ട് കൾട്ടിവേറ്റഡ് ചെയ്യുന്ന സ്ഥലം.
ആൻഡ് സബ്സിസ്റ്റൻസ് അഗ്രികൾച്ചർ. ഇവിടുത്തെ ഒരു പ്രത്യേകത എന്നറിയപ്പെടുന്നത് ഇവിടെ എപ്പോഴും ഒരു പ്രിമിറ്റീവ് സബ്സിസ്റ്റൻസ് ആയിട്ടുള്ള അഗ്രികൾച്ചർ രീതിയാണ്. അതുപോലെ തന്നെ ഷിഫ്റ്റിംഗ് കൾട്ടിവേഷനാണ്. ഷിഫ്റ്റിംഗ് കൾട്ടിവേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മളെ കാർഷികങ്ങൾ എന്ത് ചെയ്യുന്നുണ്ട്, നമ്മൾ ഒന്നിൽ നിന്നും അടുത്തത് മറ്റൊന്നായിരിക്കാം, അടുത്ത ആ പ്രദേശത്തെ തന്നെ വേറൊരു രീതിയായിരിക്കാം. അങ്ങനെ ഒരു ഷിഫ്റ്റ് ബേസ് ആയിട്ടുള്ള ഒരു കൾട്ടിവേഷൻ റീജിയനാണ് ഇവിടെ എന്നറിയപ്പെടുന്നത്. അല്ലെങ്കിൽ സ്ഥാനമാറ്റ കൃഷി എന്നൊക്കെ നമ്മൾ പറയില്ലേ, അല്ലേ? അങ്ങനത്തെ ഒരു കൃഷി സമ്പ്രദായമാണ് ഈ ക്ലൈമറ്റ് റീജിയൻസ്. നല്ല രീതിയിലുള്ള ഹ്യൂമിഡ് ക്ലൈമറ്റും അതുപോലെ തന്നെയാണ് സമ്മർ സീസൺ സമയങ്ങളിൽ തന്നെ അതിനനുസരിച്ചുള്ള റെയിൻഫോൾ ലഭിക്കുന്നത് കൊണ്ട് തന്നെ സ്വാഭാവികമായിട്ടും എന്ത് ചെയ്യണം, മണ്ണിന് ഫലഭൂഷ്ഠത ഉണ്ടാവാം. അപ്പോൾ അതിൻ്റെ ഫലഭൂഷ്ഠത, ഫെർട്ടാലിറ്റി നിലനിർത്താൻ വേണ്ടി ഇവർ എന്ത് ചെയ്യുന്നുണ്ട്, ഈ ഷിഫ്റ്റിംഗ് കൾട്ടിവേഷൻസ് ആക്റ്റീവാണ് ഈ പെർട്ടിക്കുലർ റീജിയൻസിൽ. അപ്പോൾ ഓക്കെ, ഇപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഡെൻസ്ലി പോപ്പുലേറ്റഡ് ഏരിയയാണ്, ഹൈ റെയിൻഫോൾ ഏരിയയാണ്, നാച്ചുറൽ വെജിറ്റേഷൻസ് കൂടുതലായതുകൊണ്ട് തന്നെ മണ്ണിൻ്റെ സ്വാധീനവും വളരെയധികം ഫെർട്ടാലിറ്റിയാണ്. റൈസ്, ഷുഗർ കെയിൻ, ജൂട്ട്, കോട്ടൺ, ടീ ആൻഡ് കോഫി ഇതൊക്കെ നമുക്കിവിടെ കൾട്ടിവേറ്റഡ് ചെയ്യുന്ന ഒരു ഏരിയയും കൂടെയാണ് ഈ പ്ലേസ് എന്ന പേരിൽ എന്ത് ചെയ്യുന്നത്, അറിയപ്പെടുന്നത്. സ്വാഭാവികമായിട്ട് ഷിഫ്റ്റിംഗ് കൾട്ടിവേഷൻ ആർ ദ ഡിഫറെൻറ്റ് നെയിം. ഓരോ സ്ഥലങ്ങളിൽ, ഇപ്പോൾ ആഫ്രിക്ക ആയാലും ഇന്ത്യ ആയാലും ഓരോ സ്ഥലങ്ങളിലും ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു ഷിഫ്റ്റിംഗ് കൾട്ടിവേഷൻസ് അല്ലെങ്കിൽ പേരുകൾ തന്നെ ഡിഫറെൻ്റ് ആണ്. അതങ്ങനെ തന്നെ ആയിരിക്കുമല്ലോ. ലാംഗ്വേജ് ബേസിൽ നമുക്ക് എന്ത് ചെയ്യുന്നു, പേരുകൾക്ക് മാറ്റം ഉണ്ടാവും. അഗ്രികൾച്ചറും ആഹാരവും എല്ലാം, ഫുഡായാലും കസ്റ്റംസ് ആയാലും അതുപോലെ തന്നെ കൾച്ചറൽ ആക്ടിവിറ്റീസ് ആയാലും അഗ്രികൾച്ചർ ആ ഒരു ടേണിംഗ് ആയാലും പ്രൊഡക്ഷൻസിൻ്റെ ഒരു രീതി ആയാലും എൻറ്റോളി ഡിഫറെൻ്റ് ആണ്. ഓക്കെ, അത് ആ ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ അവിടെ താമസിച്ച ഒരു കൾച്ചറിൻ്റെ അടിസ്ഥാനത്തിൽ മാറും. ആൻഡ് ദ വേരിയേഷൻസ് ഓഫ് അവൈലബിലിറ്റി ഓഫ് റെയിൻഫോൾ, ദീസ് ടൈപ്സ് ഓഫ് ഹൈറ്റ് ആൻഡ് ഡൈവേഴ്സിറ്റി ഓഫ് ഫ്ലോറ ആൾസോ വേരി. ഇവിടുത്തെ മരങ്ങളെന്നറിയപ്പെടുന്നത് ഇവിടെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. നമ്മുടെ മഴ ലഭിക്കുന്നതിൻ്റെ അടിസ്ഥാനത്തിൽ ഇവിടുത്തെ ഓരോ മരങ്ങളുടെയും ഹൈറ്റ് ആയാലും അവിടുത്തെ നാച്ചുറൽ വെജിറ്റേഷൻ ആയാലും എൻറ്റയർലി ഡിഫറെൻ്റ് ആണ്. ചില സ്ഥലങ്ങളിൽ വളരെ ഉയർന്ന രീതിയിലുള്ള മരങ്ങളാണ് ഇവിടെ കാണപ്പെടുന്നത്. സോ അതുകൊണ്ട് തന്നെ ഡൈവേഴ്സിറ്റി എന്നറിയപ്പെടുന്നത്, സോ എവിഡൻറ്റ് ഈസ് വെരി ഹൈ. വളരെ ഹൈ ആയിട്ടുള്ള ഒരു നാച്ചുറൽ വെജിറ്റേഷൻസ് ഉള്ള, വളരെ ഉയരമുള്ള ഒരു ഡിസീഡിയസ് ഫോറസ്റ്റുകളായിട്ടുള്ള, വളരെ അഗ്രികൾച്ചർ ആക്ടിവിറ്റീസ് പ്രൊഡക്ഷൻ ഒരു അൺകൺട്രോളബിളായി വളരെയധികം പ്രൊഡക്ഷൻസ് കിട്ടുന്ന ഹൈ റെയിൻഫാൾ ഉള്ള ഒരു റീജിയനാണ് എന്നറിയപ്പെടുന്നത് നമ്മൾ പഠിച്ച മൺസൂൺ റീജിയൻസ്. ഓക്കെ, ആ മൺസൂൺ റീജിയൻസിൻ്റെ പ്രത്യേകതയാണ് ഡെഫിനേഷൻ നമ്മൾ പഠിച്ചു. സീസൺ റിവേഴ്സ് വെറ്റ് സിസ്റ്റം, വിൻഡ് പാറ്റേൺ, വിൻഡ് ബ്ലോ സീ ടു ലാൻഡ്, സമ്മർ ആൻഡ് റിവേഴ്സ് ഫ്രം ദ ലാൻഡ് ടു സീ, ഓൾറെഡി നമ്മൾ ഡിസ്കസ് ചെയ്തു. ലോങ് ഹ്യൂമിഡ് സമ്മർ ആൻഡ് ഷോർട്ട് ഡ്രൈ വിൻഡാണ്. ഡയൽ റേഞ്ചസ് എന്നറിയപ്പെടുന്ന കോസ്റ്റ് ഏരിയസിൽ വളരെ കുറവും, മറ്റിടത്ത് എന്തായിരിക്കും, വളരെ ഹൈ ആയിരിക്കും, അതായത് ലാൻഡ് ഏരിയാസിൽ. വെജിറ്റേഷൻ എന്നറിയപ്പെടുന്ന ഡെൻസ് വെജിറ്റേഷൻ ട്രോപ്പിക്കൽ ഡിസിഡീസ് ഫോറസ്റ്റ് ആണ്. ടീ, ഷുഗർ, ജൂട്ട് ഇതൊക്കെ അവിടെ കിട്ടുന്നുണ്ട്. അതുപോലെ തന്നെ അഗ്രികൾച്ചർ അവിടെ എന്ത് ചെയ്യുന്നുണ്ട്. ഇൻറ്റൻസീവ് സബ്സിസ്റ്റൻസ് അഗ്രികൾച്ചർ ഡോമിനൻറ്റ്, അല്ലെ? സ്ഥിരമായിട്ടുള്ള സുസ്ഥിരമായിട്ടുള്ള ഒരു അഗ്രികൾച്ചർ വളരെയധികം ഉള്ള ഒരു സ്ഥലമാണ് മൺസൂൺ. സുസ്ഥിരം എന്ന് പറഞ്ഞാൽ സ്ഥിരമായിട്ടുള്ള, നമ്മൾ സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ് എന്നൊക്കെ പറയില്ലേ, അതേപോലെ സസ്റ്റൈനബിളായിട്ടുള്ള ഒരു അഗ്രികൾച്ചർ സിസ്റ്റമാണ് ഇവിടെ. അപ്പോൾ അതായത് ഇവിടെ കുറയുന്നുണ്ട് റൈസ്, ഷുഗർ കെയിൻ, ജൂട്ട്, ടീ, കോഫിയൊക്കെ ഇവിടെ എന്ത് ചെയ്യുന്നുണ്ട്, കൾട്ടിവേറ്റഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതാണ് അതിൻ്റെ പോയിൻ്റ് ബേസ് ആയിട്ടുള്ളത്. നിങ്ങൾക്ക് അത് വായിക്കാൻ മടിയാണെങ്കിൽ ഇത് വായിച്ച് പഠിക്കാനായിട്ട് ശ്രമിക്കുക. അപ്പം പഠിക്കുക. അടുത്ത പാർട്ടിൽ ബാക്കിയുള്ള ഓരോന്നും നമ്മൾ എന്ത് ചെയ്യും, ഡിസ്കസ് ചെയ്യും. അപ്പോൾ ഇത്രയാണ് നമ്മളിന്ന് പറഞ്ഞത്. ഇക്വേറ്റർ ക്ലൈമറ്റ് റീജിയൻസിനെ കുറിച്ച് പറഞ്ഞു, എവിടെയാണ് അതിൻ്റെ സ്ഥാനമെന്ന് പറഞ്ഞു, പ്രധാനപ്പെട്ട മേജർ ക്ലൈമറ്റ് റീജിയൻസ് ഏതാണെന്ന് നോക്കി, എന്താണ് ക്ലൈമറ്റ് റീജിയൻസ് എന്ന് നമ്മൾ നോക്കി. കണ്ടോ, ഇതാണ് നമ്മുടെ ലോകത്തിലെ എല്ലാ സ്ഥലങ്ങളിലും ഡിഫറെൻറ്റ് ക്ലൈമറ്റ് റീജിയനാണ്. ഇവയെല്ലാം നമ്മുടെ ലോകത്തെ എന്ത് ചെയ്യുന്നുണ്ട്, സ്വാധീനിക്കുന്നുണ്ട്. ഓക്കെ ആണല്ലോ. അപ്പോൾ ഇത് നിങ്ങൾ പഠിച്ചെന്ന് വിചാരിക്കുന്നു. ഇത് പോസ് ചെയ്ത് വെച്ചതിന് ശേഷം എന്ത് ചെയ്യുക, ഇതിൻ്റെ നോട്ട് എഴുതിയെടുക്കുകയോ അല്ലെങ്കിൽ ഇത് എന്ത് ചെയ്യുക, കാണാതെ പഠിക്കുകയോ ചെയ്യുക. ഓക്കെ, താങ്ക് യു.